മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽദാനം ഇന്ന്. തിരുവനന്തപുരം മുട്ടത്തറയിൽ 332 ഫ്ളാറ്റുകളുടെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബങ്ങൾക്ക് കൈമാറും. പുനർഗേഹം പദ്ധതി പ്രകാരമാണ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം. റിപ്പോർട്ടിലേക്ക്. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യാശ എന്ന പേരിൽ പണിത ഫ്ളാറ്റ് സമുച്ചയത്തിൽ മൊത്തം 400 ഫ്ളാറ്റുകളാണുള്ളത്. കടൽ തീരത്തിന് 50 മീറ്റർ അടുത്ത് താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നതാണ് പുനർഗേഹം ലക്ഷ്യമിടുന്നത്. നിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 332 ഫ്ളാറ്റുകളുടെ താക്കോൽദാനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. ക്ഷീരവികസന വകുപ്പ് കൈമാറിയ 8 ഏക്കറിൽ 81 കോടി ചെലവിട്ടാണ് നിർമ്മാണം. രണ്ടാം ഘട്ടത്തിൽ 68 ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകും. 2023-ലാണ് നിർമ്മാണം ആരംഭിച്ചത്. തീരമേഖലയിലെ വിവിധ വികസനക്ഷേമ നടപടികളുടെ തുടർച്ചയാണിത്. അപ്പോൾ സർക്കാർ മുൻകൈയെടുത്ത് കുറച്ച് ഭൂമി കണ്ടെത്തി അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഒരു 6300 വീടുകൾ ഇപ്പോൾ ആവും. ബാക്കിയുള്ളത് നമ്മളിപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഭൂമി കണ്ടെത്തേണ്ട പ്രശ്നമുണ്ട്. വലിയ റിസ്ക്കാണ്, നമ്മൾ ചെറിയ കാര്യമല്ലത്. കാരണം ഈ തൊഴിൽ മേഖലയും ഇവരുടെ മാനസികാവസ്ഥയും എല്ലാം കൂടി നമ്മളൊന്ന് യോജിപ്പിച്ചിട്ടേ പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു നിലയിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അവരെ സഹായിക്കണം എന്നുള്ള നിലപാടാണ് ഗവൺമെന്റുള്ളത്. പുനർഗേഹം പദ്ധതിക്കായി 2450 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. കാരോട്, ഭീമാപ്പള്ളി, കൊല്ലം QSS കോളനി, പൊന്നാനി എന്നിവിടങ്ങളിലായി പദ്ധതി പ്രകാരം 390 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. മണ്ണുംപുറം, നിറമരുതൂർ, വെസ്സിൽ, കോയിപ്പാടി എന്നിവിടങ്ങളിൽ ഭവന സമുച്ചയ നിർമ്മാണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ ഭൂരഹിതരും ഭവനരഹിതരുമായ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത പാർപ്പിടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. സൈമ എസ്, ദൂരദർശൻ ന്യൂസ്.